ഇനി ആർക്കെങ്കിലും ആ ശ്രീലേഖയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടോ? ഇരയ്ക്കൊപ്പവും സ്ത്രീപക്ഷ നിലപാടുമാണെന്ന് മനസ്സിലായല്ലോ. ഉള്ളിലെ ജാതിബോധത്തെക്കുറിച്ചും സവർണരാണെങ്കിൽ അതിലുള്ള ചെറുപ്പക്കാർ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അതിനോടൊപ്പം നിൽക്കാനുള്ള വിശാല മനസ്കത, അത് ദിലീപ് നായരുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ രാഹുൽ നായരുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും ആ ശുഷ്കാന്തി ആരും കാണാതെ പോകരുത്. ശാസ്തമംഗലത്ത് മത്സരിക്കുന്നവർ മുൻ DGP ആയിട്ടുള്ള വനിതയുടെ സ്ത്രീപക്ഷ നിലപാട് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റ പീഡനത്തെ സംബന്ധിച്ച് പോലീസിൽ പരാതി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും കാലം ആ പീഡനം ചെയ്ത വ്യക്തിയെ അല്ലെങ്കിൽ ആ പീഡകനെ സംരക്ഷിക്കാൻ വേണ്ടി കഴിവതും അവർ സഹിച്ചു. പക്ഷേ പുറത്തുനിന്ന് അവരെ അപമാനിച്ചുകൊണ്ട് PR ടീമിനെ ഉപയോഗപ്പെടുത്തി ഫോട്ടോഷൂട്ടുകൾ സിനിമാ നടിമാരോടൊപ്പം നടത്തി ആ മുറിവേറ്റ സ്ത്രീയെ കൂടുതൽ വ്രണപ്പെടുത്തി ഒടുവിൽ സഹികെട്ട് അവർ പരാതിയുമായി വരുമ്പോഴാണ് ശ്രീലേഖ മാഡത്തിന്റെ ആ പോസ്റ്റ് പുറത്തേക്ക് വരുന്നത്. എന്തുകൊണ്ട് പീഡന പരാതി നൽകാൻ ഇത്ര വൈകിയത്രേ? സ്വന്തം മകളോടാണ്, മകളുണ്ടാന്ന് അറിയില്ല, മകളോടാണ് രാഹുൽ മാങ്കൂട്ട ഇത് കാണിച്ചെങ്കിലും മകളോട് ചോദിച്ചേനെ, നീ എന്ത് പരാതി കൊടുക്കാതിരുന്നേ എന്ന് ചോദിച്ചേനെ. കാര്യം ആദ്യഘട്ടത്തിൽ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരുത്തൻ സ്വന്തം മകളോട് ഇത് കാണിച്ചു എന്ന് അറിഞ്ഞാൽ നമ്മുടെ DGP മാഡം ആദ്യം ചെയ്യുന്നത് അത് രാഹുൽ മാങ്കാണ്ടിയാണെങ്കിൽ പോയി അവനൊരു ഉമ്മ കൊടുക്കും, ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കും. എൻ്റെ മോളെടുത്ത് നീ ഇത് കാണിച്ചല്ലോ, മിടുക്കനാണ് നീ എന്നായിരിക്കും ആദ്യം ഇവർ അവരെ അഭിനന്ദിക്കുക എന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. അല്ലാതെ ഇനി വേറെ ഏതെങ്കിലും വീട്ടിൽ നടന്നപ്പോൾ DGP ആയിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീ പീഡനമേറ്റ് കഴിഞ്ഞാൽ അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മടിക്കാതെ എപ്പോഴായിരുന്നെങ്കിലും പുറത്തേക്ക് പറയണം. ഇപ്പോൾ കുറച്ച് വൈകിയെങ്കിലും ചെയ്തതിനൊപ്പം നിൽക്കാതെ ആദ്യം അവർ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, എന്താണ് തൻ്റെ മനസ്സെന്നും തൻ്റെ നിലപാട് എന്താണെന്നും പീഡകന്മാരോടൊപ്പം നിൽക്കുന്നത് തനിക്കൊരു കുളിരാണെന്നും ദിലീപിന് പുറമെ രാഹുൽ മാങ്കാണ്ടി വിഷയത്തിൽ കൂടി മാഡം തെളിയിച്ചിരിക്കുകയാണ്. മാഡത്തിൻ്റെ പോസ്റ്റ് നിങ്ങൾ കേൾക്കണം.